രാജ്യത്തെ ഏറ്റവും പരമോന്നത സിവിലിയൻ പുരസ്കാരം പത്മ പുരസ്കാരം എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണത്. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് ഈ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കാറുള്ളത് എന്നതും എല്ലാവർക്കും അറിയാം. ഇത്തവണ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ എല്ലാ മലയാളികളെയും സംബന്ധിച്ചിടത്തോളം അത് അഭിമാനത്തിന്റെ നിമിഷം ആയിരുന്നു. അതിന് കാരണം പത്മവിഭൂഷൺ ലഭിച്ച 5 പേരിൽ 3 പേരും മലയാളികൾ ആണ്. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ, സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് കെ.ടി. തോമസ്, സാഹിത്യകാരനും വിദ്യാഭ്യാസ വിചക്ഷണനുമായ പി. നാരായണൻ എന്നിവരാണ് പത്മവിഭൂഷൺ ലഭിച്ച മലയാളികൾ. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം മമ്മൂക്ക, നടൻ മമ്മൂട്ടിക്കും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ പുരസ്കാരവും ലഭിച്ചു. ബഹിരാകാശ ശാസ്ത്രജ്ഞൻ എ. മുത്തുനായിക, മോഹിനിയാട്ടം കലാകാരി കലാമണ്ഡലം വിമല മേനോൻ, ആലപ്പുഴയിൽ തപോവനം വളർത്തിയെടുത്ത കൊല്ലയ്ക്കൽ ദേവകി അമ്മ എന്നിവർക്ക് പത്മശ്രീ പുരസ്കാരവും ലഭിച്ചു. എന്നാൽ ഇത്തവണ ഈ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചതിന് ശേഷം വലിയൊരു ചർച്ചയ്ക്ക് വഴിയൊരുക്കി. അത് മറ്റൊന്നുമല്ല, കേരളത്തിൻ്റെ ജനകീയ മുഖ്യമന്ത്രിയായിരുന്ന CPIMന്റെ സമുന്നതനായ നേതാവായിരുന്ന V.S. അച്യുതാനന്ദന് പത്മവിഭൂഷൺ പ്രഖ്യാപിക്കുമ്പോൾ ആ പുരസ്കാരം അദ്ദേഹത്തിന് വേണ്ടി സ്വീകരിക്കാൻ കുടുംബം തയ്യാറാകുമോ, പാർട്ടി തയ്യാറാകുമോ? മരണാനന്തര ബഹുമതിയായാണ് V.S. അച്യുതാനന്ദന് പുരസ്കാരം നൽകിയത് എന്ന് നമുക്കറിയാം. മുൻ കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് മുൻ മുഖ്യമന്ത്രിമാരും CPIM നേതാക്കളുമൊക്കെ ഈ പുരസ്കാരങ്ങൾ നിരസിക്കുകയാണ് ചെയ്യാറ്. EMS നമ്പൂതിരിപ്പാട്, ജ്യോതി ബസു, ബുദ്ധദേവ് ഭട്ടാചാര്യ തുടങ്ങിയവരൊക്കെ പുരസ്കാരങ്ങൾ നിഷേധിച്ച ചരിത്രവുമാണ് ഉള്ളത്. 2022 നിപ്പ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തതിൻ്റെ പേരിൽ ആയിരുന്നു മുൻ ആരോഗ്യമന്ത്രിയായിട്ടുള്ള KK ശൈലജയെ മാഗ്സസെ പുരസ്കാരത്തിനായി പരിഗണിച്ചത്. എന്നാൽ കോവിഡ് ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂട്ടായി നടത്തിയതാണ് എന്നും പാർട്ടി നൽകിയ ചുമതല മാത്രമാണ് KK ശൈലജ നിർവഹിച്ചത് എന്നുമായിരുന്നു അന്ന് CPIMന്റെ നിലപാട്. അതിൻ്റെ പേരിൽ ഒരു വ്യക്തിക്ക് മാത്രം അവാർഡ് സ്വീകരിക്കേണ്ടതില്ല എന്നും CPIM നിലപാടുകൾ എടുത്ത സാഹചര്യമാണ് ഉള്ളത്. ഇതാണ് CPIMന്റെ ചരിത്രം.